2017 ഡിസംബർ മാസത്തിൽ ഫേസ്ബുക്ക് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് തങ്ങളെക്കുറിച്ച് തന്നെ പുറത്തുവിടുകയുണ്ടായി. അന്ന് തങ്ങൾക്കുണ്ടായിരുന്ന 213 കോടി അക്കൗണ്ടുകളിൽ 20% പേർ വ്യാജമാണ് എന്നതായിരുന്നു ആ റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, അതിനർത്ഥം ഏകദേശം 20 കോടിയിലധികം വ്യാജ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലുണ്ട് എന്നതാണ്. ഒരുപക്ഷെ സ്വകാര്യ നേട്ടത്തിനായും മറ്റുള്ളവരെ അവഹേളിക്കുന്നതിനായും ഒക്കെ ഈ വ്യാജ അക്കൗണ്ടുകൾ നാം വിനിയോഗിക്കുന്നു എന്നർത്ഥം. സത്യസന്ധതയോടെ സമൂഹത്തിന് മുമ്പിൽ വ്യാപരിക്കുവാൻ മടി കാട്ടുന്നവരാണ് ഇപ്രകാരം മുഖപുസ്തകത്തിൽ നിന്നും സ്വന്തം മുഖം മറച്ചു പിടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ സത്യം സത്യമായി വിളിച്ചു പറയുന്ന സ്നാപക യോഹന്നാനെ നാം കണ്ടുമുട്ടുന്നു. ഒരുപക്ഷെ തനിക്ക് ജനക്കൂട്ടത്തിന് മുമ്പിൽ വലിയ ആളാകാനുള്ള അവസരം, എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു എന്ന ഒറ്റ വാക്കിൽ അദ്ദേഹം നിരസിക്കുകയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വ്യക്തി മോശയാണ്. നാടോടികളായ ഒരു ജനതയെ സ്വന്തമായി ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് കെട്ടുറപ്പുള്ള ഒരു ജീവിത സംവിധാനം ക്രമീകരിച്ചു കൊടുക്കുന്നത് ഈ മോശയാണ്. അദ്ദേഹം അവർക്ക് നൽകിയെന്ന് അവർ വിശ്വസിക്കുന്ന പഞ്ചഗ്രന്ഥിയിലെ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ ഈ മോശയെ നിസ്സഹായനായി കണ്ടുമുട്ടുന്നുണ്ട്. തൻ്റെ കുറവുകൾ തിരിച്ചറിയുന്ന മോശ സഹോദരങ്ങളോട് തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പുകയാണ്. ദൈവമേ, ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് വന്നു വസിച്ചാൽ. അങ്ങനെ മോശയേക്കാൾ വലിയ യാഥാർത്ഥ്യം തങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഇസ്രായേൽ സമൂഹത്തിന് ദൈവം കാട്ടിക്കൊടുക്കുകയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ. ദൈവമാണ് തങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും പിന്നിലെ യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അപ്രമാദിത്വം, രക്ഷകനും സംരക്ഷകനുമായ ദൈവത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ നാം കാണുന്നതും നാം കേൾക്കുന്നതിനുമൊക്കെ പിന്നിൽ യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ യാഥാർത്ഥ്യം സ്നാപകൻ തന്നെ തരുന്നതാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായി നിൽക്കുന്ന, പല യാഥാർത്ഥ്യങ്ങളും ജീവിതത്തിൽ ഉണ്ട് എന്ന് സുവിശേഷത്തിലൂടെ സ്നാപകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ, നാം കണ്ടുമുട്ടുന്ന വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവാംശം ഒളിഞ്ഞിരിക്കുന്നുവെന്നും അവർ എന്നേക്കാൾ വലിയവരാണെന്നുള്ള ചിന്തയിലും സത്യസന്ധതയോടെ ദൈവത്തെ അന്വേഷിക്കുക, സത്യസന്ധതയോടെ സ്വയം എളിമയുള്ളവരാകുവാൻ ഇന്നത്തെ വചനധ്യാനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. ആമേൻ.